വിരാട് കോഹ്ലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ തോന്നുന്ന ഒന്ന്, അയാൾ എടുക്കുന്ന ചില പൊസിഷൻ ഇന്ത്യയിൽ പ്രധാനമായിരുന്നതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് ഉള്ള ക്രിക്കറ്റ് താരങ്ങളിലൊന്നാണല്ലോ. ഇന്ത്യയിലെ പല താരങ്ങളും അവരുടെ രാഷ്ട്രീയ നിലപാട് തുറന്നു പറഞ്ഞ് കൂടുതൽ കയ്യടി നേടാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്ത് അങ്ങനെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തോടൊക്കെയും വേണ്ടത്ര ഒരു വിധേയത്വത്തിൻ്റെ ഒരു സ്വരവും കാണിക്കാതിരുന്ന ഒരാളെന്ന നിലയ്ക്ക് നമ്മൾ അയാളെ നന്ദിയോടെ ഓർക്കണം എന്നാണ്. വെച്ചാൽ പൂർണ്ണമായിട്ടും പുള്ളി പിരിഞ്ഞിട്ടില്ല ഇങ്ങനെ ഓർക്കാൻ, പക്ഷേ എന്നാലും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മുഹമ്മദ് ഷമി എന്ന് പറഞ്ഞ ഒരു താരത്തെ അയാളുടെ മതത്തിൻ്റെ പേരിൽ മാത്രം ആക്ഷേപിക്കപ്പെട്ട ഒരു കാലത്ത് അയാളെ പൂർണ്ണമായും ചേർത്ത് നിർത്തുകയും ലോകത്ത് തന്നെ മനോഹരമായ പ്ലെയേഴ്സിലൊരാളാണ് മുഹമ്മദ് ഷമി എന്ന് തുറന്നു പറഞ്ഞ അയാളുടെ കൂടെ ചേർത്ത് നിർത്തിയ ആളാണ് ഇദ്ദേഹം. വേണമെങ്കിൽ ഇദ്ദേഹത്തിന് മിണ്ടാതിരിക്കായിരുന്നു, ആരും ചോദിക്കത്തില്ല. കാരണം ഹിന്ദുത്വമാണല്ലോ ഇദ്ദേഹത്തെ ആക്രമിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൂട്ടം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വരാണ്. അത് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ മുഹമ്മദ് ഷമിക്കൊപ്പം അദ്ദേഹത്തിന് നിൽക്കാതിരിക്കാമായിരുന്നു. പക്ഷേ അത് തുറന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിന്നു. കാരണം നിൽക്കുന്നതിനും കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അതാണ്. പാകിസ്ഥാനിലെങ്ങാണ്ട് പോയി കളിയിൽ കുറച്ച് റണ്ണ് വഴങ്ങിയതിന് പാകിസ്ഥാനുമായിട്ടുള്ള ഒത്തുകളിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകളെ റേപ്പ് ചെയ്യണമെന്ന് പോസ്റ്റ് ഇട്ട ITIയിൽ പഠിക്കുന്ന സംഘി നമ്മൾ കാണണം. അത്രയും വിദ്യാഭ്യാസമുള്ള സംഖ്യകൾ വരെ ഇദ്ദേഹത്തെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. യുവന്മാരാരാണെന്ന് നന്നായി മനസ്സിലാക്കിയിട്ടാവണം ഒരുപക്ഷെ ഷമിയുടെ കേസിൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമായി എടുത്ത നിലപാട്, ഇപ്പോൾ സച്ചിനെയൊക്കെ നോക്ക്, സച്ചിനൊക്കെ ഭയങ്കരമായിട്ട് രാഷ്ട്രീയക്കാരനായി മാറി. കർഷക സമരം നടക്കുമ്പോൾ അത് വിദേശ ടൂൾ കിറ്റാണെന്ന് പറഞ്ഞ് BJP ഓഫീസിന് എഴുതി കൊടുത്ത സാധനം അതുപോലെ ട്വീറ്റ് ചെയ്ത ആളാണ് സച്ചിനും നമ്മുടെ PT ഉഷയെ പോലുള്ള താരങ്ങൾ. അങ്ങനെ ഏതൊക്കെ നിലയ്ക്ക് ഭരണകൂടവുമായിട്ടുള്ള വിധേയത്വം പ്രഖ്യാപിക്കാം എന്ന് റിസർച്ച് നടക്കുന്ന കാലത്ത് അത് പ്രഖ്യാപിക്കാതിരുന്നു. അതിനെതിരാണെന്ന് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. നാളെ ചിലപ്പം പൊളിറ്റിക്കൽ നിലപാടുകളൊക്കെ വന്നേക്കാം. പക്ഷേ സകലതും ഇങ്ങനെ ഹിന്ദുത്വത്തിനും അതിൻ്റെ രാഷ്ട്രീയത്തിനും അതിൻ്റെ ഭരണകൂടത്തിനും ഒപ്പിച്ച് വീഴുന്ന സമയത്ത് അങ്ങനെ വീഴാതിരുന്നു ഒരു വലിയ താരം എന്നത് അയാളെക്കുറിച്ച് നമുക്കുണ്ടാക്കുന്ന ആശ്വാസമാണ്.